ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ ഇടികളിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചതയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലൊക്കെ വല്ലാത്ത സൗണ്ട് ആയിരിക്കും. ചിലപ്പം അത് അടുത്ത വീട്ടുകാർക്ക് തന്നെ ഒരു ശല്യമായി തീരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്കിത് ഇതുപോലൊരു സ്പോഞ്ച് ആ ഒരു ഇടികല്ലിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സമയത്തും നമുക്ക് ആ ഒരു ഇടികല്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പിൽ ചെറിയ സ്ക്രാച്ചസ് ഒന്നും വരാത്ത രീതിക്ക് നമുക്ക് ആ ഒരു ഇടികല്ല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കോട്ടൺ തുണിയും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ആ ഒരു ഇടികല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ഓരോ ടൈം ആ ഒരു ഇടികല്ല് എടുക്കുന്ന സമയത്ത് തന്നെ ആ കൂടെ തന്നെ ആ ഒരു കോട്ടൺ ഇതുപോലുള്ള ആ ഒരു സ്പോഞ്ച് നമുക്ക് കൂടെ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് തനിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു തുണിയൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു നല്ലൊരു ടിപ്പാണ്, ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിൽ നമ്മൾ ഈ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എപ്പോഴുള്ള ഒരു പരാതിയാണ് കഴിക്കുന്ന സമയത്ത് ആ ഒരു ആപ്പിൾ കളർ ചേഞ്ച് ആയി, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമായില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ആപ്പിൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യാത്ത പോലെ അവിടെ ഇരുന്നോളും. കുട്ടികളുടെ സ്നാക്സ് ബോക്സ് ആ ഒരു കഴിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ആപ്പിൾ ഇരുന്നോളും. ഫ്രഷ് ആയിട്ട് കളറൊന്നും ചേഞ്ച് ആവാണ്ട് കൊണ്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ കുട്ടികൾക്ക് ഇനി നിങ്ങൾ ആപ്പിളൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ഇടികല്ല് വല്ലപ്പോഴൊക്കെയാണ് ഉപയോഗിക്കാറുള്ളൂ. ആ ഒരു സമയം വരയ്ക്കും കിച്ചണിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യമൊന്നും ഇല്ലാണ്ട് കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇടികല്ല് നമുക്ക് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിൽ ചുരുട്ടി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ഫോയിൽ പേപ്പർ മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീടുകളിൽ ഇതുപോലെ താക്കോലൊക്കെ പെട്ടെന്ന് തുരുപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് പൂട്ടിലേക്ക് ഇട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ നിങ്ങൾ കുറച്ച് വാസ്ലൈൻ ആ ഒരു തുരുപ്പിടിച്ച താക്കോലിലേക്ക് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു പൂട്ട് വർക്കാകും കേട്ടോ. പൂട്ടിലേക്ക് നിങ്ങൾ ഈ ഒരു താക്കോൽ ഇട്ട് കൊടുക്കുമ്പോൾ വർക്കായിക്കോളും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ഇതുപോലെ താക്കോലിൽ തുരുപ്പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗമൊക്കെ കഴിഞ്ഞ് ഇതുപോലുള്ള കംഫർട്ട്, അതുപോലെ ഷാംപൂയുടെ പാക്കറ്റ്, അതുപോലെ തന്നെ ക്ലോസപ്പിൻ്റെ ഒരു പാക്കറ്റുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഉപയോഗം കഴിഞ്ഞ് ഇതുപോലുള്ള പാക്കറ്റ്സ് ഒന്നും ഇനി വലിച്ചെറിയേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രയോജനമുണ്ട്. അപ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഷാംപൂവിൻ്റെയും കംഫർട്ടിൻ്റെയും അതുപോലെ തന്നെ ക്ലോസപ്പിൻ്റെ പാക്കറ്റും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഒരു ബൗളിലേക്ക് വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബാക്കിയായിട്ടുള്ള കംഫർട്ടും ഷാമ്പും അതുപോലെ തന്നെ പേസ്റ്റൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വെറുതെ കളയുന്ന ക്ലോസപ്പ്, അതുപോലെ ക്ലോസപ്പിൻ്റെ പാക്കറ്റ്, അതുപോലെ തന്നെ ഷാമ്പൂവിൻ്റെ പാക്കറ്റ്, അതുപോലെ തന്നെ കംഫർട്ടിൻ്റെ പാക്കറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ കിച്ചണിലുള്ള ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു സ്മെല്ലാണ് ക്ലോസപ്പും അതുപോലെ തന്നെ നമ്മുടെ കംഫർട്ടൊക്കെ ഉള്ളത് കൊണ്ട്, ഷാമ്പൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സൊല്യൂഷന്. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ്, ഗ്യാസ് സ്റ്റോപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്ലോർ ടൈലൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പോളിഷായിട്ട് തന്നെ എപ്പോഴും നമ്മുടെ ടൈൽ ഇരുന്നോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലോർ ടൈൽ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വെറുതെ കളയുന്ന ഈ ഒരു ഷാമ്പൂവിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ കംഫർട്ടിൻ്റെയും നമ്മുടെ കോൾഗേറ്റിൻ്റെ പാക്കറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഉപയോഗിക്കുക കേട്ടോ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കോൾഗേറ്റ് ആണ്. എന്നിട്ട് നല്ല രീതിക്ക് നമുക്ക് ആ ഒരു കർപ്പൂരം അതുപോലെ തന്നെ കോൾഗേറ്റ് ഒന്ന് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ കർപ്പൂരം അതുപോലെ തന്നെ കോൾഗേറ്റ് നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ എടുത്ത് പാറ്റയും പല്ലിയൊക്കെ വരാൻ ചാൻസസ് ഉള്ള കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകിലായിട്ട് എവിടേക്കാണോ പാറ്റയുടെ പല്ലിയുടെ ശല്യമൊക്കെ ധാരാളമായിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്കായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് ആ ഒരു ശല്യം നമുക്ക് ഉണ്ടാവില്ല. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള മോതിരം അല്ലെങ്കിൽ ബാംഗിൾസ് ഒക്കെ നമുക്ക് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് അതൊന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ലൊരു ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ വീടുകളിലുള്ള ടാൽക്കം പൗഡർ ഒന്ന് കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അഴിച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ ടൈറ്റായിട്ട് കുടുങ്ങി കിടക്കുന്ന റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ ചിലപ്പോൾ വളയൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ടാൽക്കം പൗഡർ കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ അഴിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട്ടികളുടെ കയ്യിലാണെങ്കിലും പെട്ടെന്ന് ഈ മോതിരം അതുപോലെ തന്നെ വളയൊക്കെ പെട്ടെന്ന് ടൈറ്റ് ആവും. അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ടാൽക്കം പൗഡർ ഉപയോഗിച്ച് അഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിത് അവിടെ കുറച്ച് വാസ്ലൈനാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ടാൽക്കം പൗഡറാണ്. ടാൽക്കം പൗഡറിന് പകരം നിങ്ങൾക്ക് കംഫോർട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ്. ടാൽക്കം പൗഡർ ആകുമ്പോൾ നമുക്ക് ഉറുമ്പ് ശല്യം ഒന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ബാഡ് സ്മെല്ലൊക്കെ പോക്കാൻ കഴിവുള്ള ഒരു സാധനമാണ് ഈ ഒരു ബേക്കിംഗ് സോഡ. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നമ്മുടെ ടാൽക്കം പൗഡറും വാസ്ലൈനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് പോലെ കുറച്ച് ലൈസോളാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ലൈസോൾ കൂടെ നമുക്ക് ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് വെള്ളമാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റാം ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് നല്ലൊരു യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ വീടുകളിൽ പൊടി പിടിച്ച് കിടക്കുന്ന നമ്മുടെ ഫർണിച്ചർ ആണെങ്കിലും ഹോം അപ്ലയൻസസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പൊടി പിടിച്ച് കിടക്കുന്ന നമ്മുടെ ഫർണിച്ചറൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുടക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി കേട്ടോ. നമ്മൾ ഒരു ടൈം യൂസ് ചെയ്താൽ തന്നെ മാസങ്ങളോളം തന്നെ നമുക്ക് പിന്നീട് നമുക്ക് ഡസ്റ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നല്ല പോളിഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിലൊരു വാസ്ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ച് തുടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫർണിച്ചറും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല പോളിഷ് ആയിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഈ സൊല്യൂഷൻ നമ്മുടെ വീടുകളിൽ ഇതുപോലെ പൊടി പിടിച്ചെടുക്കുന്ന ഫർണിച്ചറിലെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് നമ്മുടെ വീടുകളിലുള്ള ഷോഫയിലും കാര്യങ്ങളൊക്കെ ചെറിയ തോതിലൊന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.